അസ്സലാമു ഇന്ന് നമ്മൾ നല്ലൊരു കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, നമുക്കെടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് തൈരാണ്, പുളിപ്പ് കുറവുള്ള തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി സൺഫ്ലവർ ഓയിലും തൈരും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടും വേറിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി മിക്സായി കിട്ടും. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് വേണ്ടെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ സ്പാച്ചുലോ എന്ത് വെച്ചിട്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു മുറിഞ്ഞ് വീഴുന്ന ഒരു പരുവത്തിലാണ് ഇതിൻ്റെ മാവ് കിട്ടുക. നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 2 വാൾനട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സായാലും കുഴപ്പമില്ല. ഇനി നട്ട്സൊന്നും കയ്യിലില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, തേങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. സൈഡ് ഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം ബേക്ക് ആയിണോ എന്നുള്ളത്. സ്റ്റിക്കിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വേറിട്ട് കിട്ടും. അപ്പോൾ ഇതാ അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കട്ട് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്ര സോഫ്റ്റാണെന്നുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.